നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഇന്ന് ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരൊരു വിശുദ്ധ വാരാചരണത്തിലേക്ക് കൂടി കടക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തുകയാണ് 2:30 എന്നുള്ളതാണ്. ഇതിലേക്കൊക്കെ നമുക്ക് വിശദമായി തന്നെ പോകാം. ആദ്യം നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. പാലക്കാടും തൃശൂരും പ്രചാരണം. പാലക്കാട് കോട്ട മൈതാനത്ത് പൊതുസമ്മേളനം. തൃശൂരിൽ വൈകിട്ട് 4-ന് റോഡ് ഷോ. മുഖ്യമന്ത്രി ഇന്ന് മലപ്പുറം ജില്ലയിൽ. CPM SDP ഡീൽ ആരോപണങ്ങൾക്കിടെ പ്രചാരണം. UDF ക്യാമ്പിന് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി നാളെ പത്തനംതിട്ടയിൽ. പശ്ചിമേഷ്യയിൽ യുദ്ധമുഖത്തേക്ക് ഹൂതി വിമതർ. ഇസ്രയേലിനു നേരെ വ്യാപക മിസൈൽ ആക്രമണം. ഇറാനിലെ അധിനിവേശം അവസാനിക്കും വരെ ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപനം. ഇറാനിലും ലെബനനിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. പ്രശ്ന പരിഹാരത്തിനായി ഇന്ന് പാകിസ്ഥാനിൽ ഉന്നതതല ചർച്ച. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായർ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. IPL ഉദ്ഘാടന മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ ബംഗളൂരുവിന് 6 വിക്കറ്റ് ജയം. വിരാട് കോഹ്ലിക്കും ദേവദത്ത് പടിക്കലിനും അർദ്ധ സെഞ്ചുറി. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം കടക്കുന്നത് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുകയാണ്. ഉച്ചയ്ക്ക് 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA ദേശീയ സംസ്ഥാന നേതാക്കളും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടും. വൈകിട്ട് 4 മണിക്ക് തൃശൂരിൽ നടക്കുന്ന റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും. ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് പാലക്കാട് നിന്നും ആജ്ഞ രവീന്ദ്രൻ തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. അനുമോദിലേക്ക് പോകാം ആദ്യം. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മോദി പാലക്കാട് എത്തുകയാണ്. മോദി എന്ത് പറയുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കുമോ പാലക്കാട് BJPയുടെ ഇനി മുന്നോട്ടുള്ള പോക്ക്? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ മൂർധന്യത്തിലെത്തുമ്പോഴാണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം കേരളത്തിലേക്ക് ഉണ്ടാകുന്നത്. പാലക്കാടാണ് അദ്ദേഹം ആദ്യം എത്തുന്നത്. നമുക്കറിയാം, പാലക്കാട് BJPയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. പാലക്കാടും അതുപോലെ തന്നെ മലമ്പുഴയും ഷൊർണൂരും ഒക്കെ അവർക്ക് ഏറെ ശക്തിയുള്ള ഇടങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് പാലക്കാടേക്ക് എത്തുമ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് മുൻപ് സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ വന്നിറങ്ങിയപ്പോഴുണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിറങ്ങിയപ്പോഴുണ്ടായ ഫലം, അതുതന്നെയാണ് BJPയുടെ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ ഇതിന്റെ കോട്ട മൈതാനത്തേക്ക് അദ്ദേഹം പങ്കെടുക്കുന്ന പ്രസംഗം നടത്തുന്ന വേദിയിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. 2 മണിയോടെ അദ്ദേഹം പാലക്കാട് മേഴ്സി കോളേജിന്റെ മൈതാനത്ത് വന്നിറങ്ങും, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. അതിനുശേഷം റോഡ് മാർഗം ഈ വേദിയിലേക്ക് എത്തും. ഒരുപക്ഷെ 2 കിലോമീറ്ററോളം ദൂരമുണ്ട് മേഴ്സി കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള ഈ ദൂരം. ആ ദൂരത്ത് അദ്ദേഹത്തെ കാണുവാൻ ആളുകൾക്ക് റോഡരികിൽ അവസരമുണ്ടാകുമെന്നാണ് കരുതുന്നത്. അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിലും അദ്ദേഹം അഭിവാദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അദ്ദേഹം 2:30 വേദിയിലെത്തും. 1 മണിക്കൂറോളം സമയം അദ്ദേഹം പാലക്കാട് ഉണ്ടാകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീ ശക്തി മുൻനിർത്തിയുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗമായിരിക്കും അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, പാലക്കാട് BJP ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും അതേ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കൗൺസിലർ വരെ ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിന്റെയും അടുത്ത സുഹൃത്തായ പ്രശോഭ് ഓൽസൻ എന്ന കൗൺസിലർ വരെ ഈ ഒരു പീഡന കേസിൽപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി സ്ത്രീശക്തിയും സ്ത്രീ സുരക്ഷയും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസംഗമായിരിക്കും അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് അറിയേണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ തന്നെ കേരളത്തിന് പുറത്ത് CPM-ഉം കോൺഗ്രസും എല്ലാം ഒറ്റ ഡീലാണ്. പിന്നീട് ആ ഒരു ഡീല് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇവിടെ പ്രധാനമന്ത്രിയും ആവർത്തിക്കാനുള്ള ഒരു സാധ്യത. നേരത്തെ തന്നെ കോൺഗ്രസ്
പാലക്കാട് CPM-ഉം BJP-യും ഡീലാണെന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത് എല്ലാ പ്രചരണത്തിലും ഇവർ നടത്തുന്നുമുണ്ട്. അതിനൊക്കെയുള്ള ഒരു മറുപടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്താണെങ്കിലും BJP-യെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ വലിയ ആവേശമാണ് നൽകുക. അവരുടെ ഒരു ശക്തി പ്രകടനമായിട്ട് പ്രധാനമന്ത്രിയുടെ ചടങ്ങ് മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും BJP നേതൃത്വം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി പാലക്കാട് എത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് മടങ്ങുന്നതോടെ പ്രചരണം അതിന്റെ അടുത്ത ലെവലിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ BJP പ്രവർത്തകർ സംശയമില്ല. അങ്ങനെ ഈ ഒരു ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം കരുത്തു നൽകുന്നതാകും എന്ന കണക്കൂട്ടൽ തന്നെയാണ് BJP-ക്കുള്ളത്. അനുമോദ്, അതുപോലെ തന്നെ ഈ പ്രചാരണം ഇപ്പോൾ മോദി എത്തുന്നതോടുകൂടി ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് മോദി എത്തുമ്പോൾ അത് മറ്റ് എതിർ പാർട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളി, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളി, അത് എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും പാലക്കാട് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മോദി എത്തുമ്പോൾ? തീർച്ചയായും പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വിമർശനങ്ങൾ, അതിന്റെ മറുപടികളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിറയുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി ഇന്ന് പാലക്കാട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിലെ ഗതി നിർണ്ണയിക്കുന്നവരാണ് സാധ്യത. നേരത്തെ ഇടതുപക്ഷവും അതേപോലെ കോൺഗ്രസും ഒക്കെ പരസ്പരം ഉന്നയിക്കുന്ന ഡീലിന്റെ ഒരു മറുവശം, അത് BJP-യുടെ ഏറ്റവും ഉന്നതനായ നേതാവായ നരേന്ദ്രമോദി തന്നെ അത് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് എല്ലാവരും മറുപടി പറയാൻ ബാധ്യസ്ഥനാവുന്ന ഒരു സാഹചര്യം തീർക്കുകയാണ് ചെയ്യുക. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ, അതുപോലെ തന്നെ VD സതീശനാകട്ടെ, ഇവരൊക്കെ തന്നെ ഈ ഒരു പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ട സാഹചര്യം വരും. മാത്രമല്ല പലയിടങ്ങളിലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകും. ഒരുപക്ഷെ മഞ്ചേശ്വരത്ത് ഇടതുപക്ഷവും അതേപോലെ തന്നെ UDF-ഉം എല്ലാം BJP-ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതും SDP-യെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി എല്ലാം UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതും ഒക്കെ ഈ ദിവസങ്ങളിൽ വലിയ തോതിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. അതിനൊക്കെ ആ കാര്യങ്ങളും ആ സാഹചര്യങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന വ്യാപകമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പുതിയ ചർച്ചകൾക്കും പുതിയ വിശദീകരണങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നരേന്ദ്രമോദിയുടെ വാക്കുകൾ അത് എന്ത് തന്നെയാണെങ്കിലും BJP അത് മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ അജണ്ടയാകും. ആ അജണ്ടയ്ക്ക് മറുപടി പറയുക എന്നതിന് ബാധ്യസ്ഥരാകും കോൺഗ്രസും ഇടതുപക്ഷവും ഈ സാഹചര്യത്തിൽ നിന്ന് സംശയമില്ല. കാരണം നരേന്ദ്രമോദി പറയുമ്പോൾ അതിന്റെ മറുപടി അത് എല്ലാവരും പറയാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഈ ഘട്ടത്തിൽ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹം രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുക, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളായിരിക്കും നടക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നിലവിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് പാലക്കാടുള്ള പ്രതീക്ഷകൾ അത് വളരെ കുറവാണ് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. പക്ഷേ അതിനപ്പുറം നിലവിലെ UDF-നെതിരെ നിലവിലെ അവിടുത്തെ സാഹചര്യങ്ങളിൽ UDF സ്ഥാനാർത്ഥിക്ക് വലിയ തോതിൽ തന്നെ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതുപോലെ ഇപ്പോഴത്തെ കൗൺസിലർ വിഷയം, ഇതൊക്കെ തന്നെ ആ സ്ത്രീകൾക്കെതിരായ ആക്രമണം അത് പതിവാകുന്ന തരത്തിലൊരു സാഹചര്യമാകും. അങ്ങനെ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് അതിനെതിരെയുള്ള ഒരു പ്രസ്താവനകളായിരിക്കും ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടാവുക. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രസ്താവനകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഡീൽ ആരോപണങ്ങൾക്കെതിരായിട്ടുള്ള മറുപടികൾ ഉണ്ടാകാം. അതിന് പുറമെ മറ്റെന്തെല്ലാം ആരോപണങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും നിർണായക ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉന്നയിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും രാഷ്ട്രീയ കേരളം നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അനുശ്രീ. ശരി, CV അനുമോദാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ എന്ന് പറയുന്നത് BJP-ക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടേക്ക് ഇപ്പോൾ മോദി കൂടി എത്തുകയാണ്. പ്രചാരണത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? മോദി എത്തുമ്പോൾ ഉണ്ടാകുന്ന തൃശ്ശൂരിന്റെ ഒരു മാറ്റം അതെങ്ങനെയായിരിക്കും? അനുശ്രീ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റൗണ്ടിലാണ്. ഇവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എന്തെങ്കിലും വലിയ തോതിലുള്ള പോലീസ് സേനയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് ചുറ്റുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം 4:15 കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുക. പാലക്കാട് കഴിഞ്ഞ ശേഷമായിരിക്കും ഇവിടേക്ക് എത്തുക. എന്തായാലും ഇവിടെ എത്തിയ ശേഷമായിരിക്കും അദ്ദേഹം ആശുപത്രി റോഡിൽ നിന്നും 900 മീറ്റർ ദൂരത്താണ് വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ ഇറങ്ങുക എന്നാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റോഡ് ഷോ കൂടി ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിന്റെ വലിയൊരു പൊളിറ്റിക്കൽ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും ആദ്യമായി BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട് BJPക്ക് വലിയ പ്രതീക്ഷയാണ്. തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുള്ളത് തൃശ്ശൂർ മണ്ഡലത്തിൽ BJPയുടെ വലിയ BJPയെ സ്വാധീന ശക്തിയാകുന്ന വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നൊരു വിശ്വാസം കൂടി BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും തൃശ്ശൂരിനെ അഭിസംബോധന ചെയ്യാൻ, തൃശ്ശൂരിലെ ജനങ്ങളെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഇനി 11 ദിവസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത് BJPയുടെ ഒരു വലിയ ടാസ്കായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട്, തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിട്ടും BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, കേരളത്തിൽ പ്രത്യേകിച്ചും തൃശ്ശൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. എന്തായാലും നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് പ്രധാനമന്ത്രി കേരള ജനതയ്ക്ക് മുൻപിൽ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കും, തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രധാനമായും കേരളം ഉറ്റുനോക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ പല ഉയർന്നിരിക്കുന്ന ഡീൽസ് സഖ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി ഒരുപക്ഷെ മറുപടി പറഞ്ഞേക്കാം. വലിയ ആരോപണങ്ങൾ BJPയും CPMഉം BJPയും കോൺഗ്രസും തമ്മിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത്തരം ആരോപണങ്ങൾക്ക് കൂടി പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേക്കാം. എന്തായാലും എന്താണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം സാഹോദര്യത്തോടെ നോക്കിയിരിക്കുകയാണ് കേരള ജനത എന്ന് വേണം പറയാൻ. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിനുപരി പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടേക്ക് എത്തുന്ന ആളുകൾ ദൂരത്ത്, അതായത് നമ്മൾ കൊച്ചിയിലും കണ്ടത് വളരെ ദൂരത്ത് നിന്നത് പ്രവർത്തകരല്ലാതെ, അതായത് BJP പ്രവർത്തകരല്ലാതെ പോലും ഒരുപാട് ദൂരത്തു നിന്നും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതേ ജനനിബിഡത ഇവിടെ ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും 4:15 കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുക. ഇവിടെ എത്തിയ ശേഷം ഈ പറഞ്ഞതുപോലെ ജല ഹോസ്പിറ്റലിന്റെ അടുത്തു നിന്നുമുള്ള 900 മീറ്റർ ആ ദൂരത്താണ് പ്രധാനമന്ത്രി വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ ഇറങ്ങുക. എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നത് വളരെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് തൃശൂർക്കാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് ഇവിടെ ആനയിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും 4:15 കൂടിയാണ് പ്രധാനമന്ത്രി തൃശൂർ റൗണ്ടിൽ എത്തുക. സ്വരാജ് റൗണ്ടിൽ എത്തിയ ശേഷമായിരിക്കും തുടർന്നായിരിക്കും റോഡ് ഷോയിലേക്ക് കടക്കുക. അനുശ്രീ, ആജ്ഞ, ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ, അത് ആ ജനതയെ സ്വാധീനിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അത്തരത്തിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ഉണ്ടാകുമോ? അത്തരത്തിൽ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അനുശ്രീ, ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്, എന്താണ് തൃശ്ശൂരിലെ വോട്ടർമാർക്ക് മുന്നിൽ പ്രധാനമന്ത്രി വെക്കാൻ പോകുന്നത്, എന്ത് രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം ആകാംക്ഷയോടെയാണ് കേരളം നോക്കിയിരിക്കുന്നതെന്ന് വേണം. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 11 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. തൃശ്ശൂരിലെ ഗോപാലകൃഷ്ണന്റെ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണന്റെ മതവിദ്വേഷ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJPയെ അത്യാവശ്യം ക്രൈസിസിലാക്കിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള BJPയുടെ, അതായത് ഗോപാലകൃഷ്ണന്റെ പ്രതികരണത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ, അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഒരു മതത്തെയും ഞങ്ങൾ തള്ളിപ്പറയില്ല എന്നുള്ള തരത്തിൽ, അത് ഗോപാലകൃഷ്ണൻ തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷന്റെ മറുപടിയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയും അത്തരം ക്രൈസിസുകൾ, അത്തരം ചില നിലപാടുകൾ BJP ക്രൈസിസിലാക്കിയിട്ടുണ്ട്. അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്ന തരത്തിലുള്ള മറുപടി ആയിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. എന്തായാലും രാഷ്ട്രീയ കേരളത്തിന് സോൾവ് ചെയ്യേണ്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ കുറെ പദ്ധതികൾ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടായിരിക്കും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിൽ എത്തുന്നതും. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്, എന്ത് പദ്ധതികളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, അതായത് നിയമസഭയിൽ BJP എത്തിയാൽ എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്, കേന്ദ്രം അതിനെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരുപക്ഷെ വിശദീകരിച്ചേക്കാം. അത്തരം കാര്യങ്ങളോട് ഇനി എന്താണ്
തൃശ്ശൂരിന് പ്രധാനമന്ത്രി നൽകുന്ന വാഗ്ദാനം എന്താണ്, കേരളത്തിന് പ്രധാനമന്ത്രി നൽകുന്ന വാഗ്ദാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചർച്ചയായേക്കാം. അതിനുള്ള മറുപടി കൂടി പ്രധാനമന്ത്രി, ആ പ്രതീക്ഷയ്ക്കുള്ള മറുപടി കൂടി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചേക്കാം എന്നാണ് എന്തായാലും കേരളം അങ്ങനെ ഒരു ആകാംക്ഷയോട് കൂടി തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം 4:15 കൂടിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ എത്തുക. അനുശ്രീ. ശരി, ആജ്ഞ രവീന്ദ്രനും CV അനുമോദുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ BJPയുടെ രണ്ടാം ഘട്ട പ്രചാരണത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളത് ഉറ്റുനോക്കുകയാണിപ്പോൾ കേരളം. മറ്റു ബുള്ളറ്റിനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടക്കുന്ന ഓശാന ചടങ്ങിന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും നേതൃത്വം നൽകും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഓശാന ഞായർ ആഘോഷിക്കുകയാണ് ക്രൈസ്തവ സമൂഹമൊക്കെ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് സ്ഥാനാർത്ഥികൾ കൂടി പള്ളികളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണിപ്പോൾ അവിടെ പ്രാർത്ഥന പുരോഗമിക്കുകയാണോ? പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ക്രൈസ്തവർക്ക് ഏറ്റവും പവിത്രമായ വിശ്വാസത്തിന്റെ ഒരു തീഷ്ണത നിറഞ്ഞ ഒരു പീഡാനുഭവവാരം കടന്നു വരുന്നതിന്റെ മുന്നോടിയാണ് ഓശാന ഞായർ. ഓശാന ഞായർ ക്രിസ്തുദേവന്റെ ജെറുസലേം നഗരപ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവർക്ക് ഓശാന ഞായർ ആചരണം എന്ന് പറയുന്നത്. കുരുത്തോല പെരുന്നാൾ എന്നറിയപ്പെടുന്ന ദിവസം യേശുദേവൻ ജെറുസലേം നഗരയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കഴുതപ്പുറത്ത് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ ജെറുസലേം ജനത അവർ ഒലിവിലകൾ കൈകളിലേന്തിക്കൊണ്ട് അത് വീശിക്കൊണ്ട് അദ്ദേഹത്തെ എതിരേറ്റു എന്നതാണ്. അതിന്റെ ഓർമ്മ പുതുക്കലാണ്. അതിന്റെ ആ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒലിവിലകൾക്ക് പകരം കുരുത്തോലകൾ കൈകളിലേന്തിക്കൊണ്ട് ദേവാലയങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ കാണുന്നത് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ലത്തീൻ രൂപതയായ വരാപ്പുഴ അതിരൂപതയുടെ പ്രധാന ദേവാലയമാണിത്. ഇവിടേക്ക് ഇപ്പോൾ വിശ്വാസികളും അതോടൊപ്പം തന്നെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, അതോടൊപ്പം സഹായമെത്രാൻ ബിഷപ്പ് ആന്റണി വാലങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ ഒരു ക്രിസ്തുദേവന്റെ നഗരപ്രവേശനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലളിതമായ പ്രദക്ഷിണം, അതിൽ കുരുത്തോലകൾ കൈകളിലേന്തിയ വിശ്വാസി സമൂഹം അതിനെ അനുഗമിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ രീതിയിലാണ് ഇന്നത്തെ ചടങ്ങുകൾ നടക്കുന്നതോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ ഇതിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലും ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ വിവിധ ദേവാലയങ്ങളിൽ ഇതിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നു. ക്രൈസ്തവർക്ക് ഏറ്റവും പവിത്രമായ വിശുദ്ധ വാരത്തിലേക്ക് കൂടി കടക്കുന്നതിന്റെ നന്ദി കുറിക്കൽ കൂടിയാണ് ഈ ഓശാന ഞായർ എന്ന് പറയുന്നത്. പെസഹ വ്യാഴവും അതോടൊപ്പം തന്നെ ദുഃഖവെള്ളിയും ഈസ്റ്ററും എല്ലാം ഉൾപ്പെടുന്ന വിശുദ്ധവാരമാണ് ഇനി കടന്നു വരുന്നത്. അതിന് തുടക്കം കൂടിയാണ് കുരുത്തോല ഞായർ എന്നറിയപ്പെടുന്ന ഓശാന ഞായർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗങ്ങൾ ഇതെല്ലാം തന്നെ ചടങ്ങുകൾ, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതിനിടയിൽ തന്നെയാണ് വിശുദ്ധവാരവും മറ്റും കടന്നു വരുന്നത്. കുരുത്തോല ഞായറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളും മറ്റും ഈ ദിവസങ്ങൾ വളരെ സജീവമായിട്ട് പലയിടങ്ങളിലും പങ്കെടുക്കുന്നുവെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പ്രാർത്ഥനാ ചടങ്ങുകൾ ഭക്തി നിർഭരം ഓരോ ഇടങ്ങളിലും തന്നെ പുരോഗമിക്കുകയാണ്. നിരവധിയായ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കാനെത്തുന്നത്. കുരുത്തോലകളും കൈകളിലേന്തിക്കൊണ്ടാണ് വിശ്വാസികൾ ഈ ചടങ്ങിൽ ഉടനീളം പങ്കെടുക്കുകയും പിന്നീട് ഒരു വർഷക്കാലം, അത് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് അത് വീടുകളിൽ
സൂക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു നോമ്പ് കാലത്തിന്റെ തുടക്കമാകുന്ന വിഭൂതി ബുധനിലേക്ക് അന്നാണ് അത് എരിയിച്ച് പിന്നീട് ചാരമായിട്ട് നെറ്റിയിൽ കുരിശ് ചാർത്തുന്ന വിഭൂതി ബുധൻ ഒരു നോമ്പുകാലത്തിന്റെ തുടക്കം വരെയും ഒരു വർഷക്കാലം അത്രയും അത് സൂക്ഷിച്ചു വെക്കുന്നു. ഇതെല്ലാം തന്നെ ക്രൈസ്തവരുടെ വിശ്വാസങ്ങളുടെ അതിന്റെ സജീവതയുടെ എല്ലാം തന്നെ ഭാഗമാണ്. എന്തായാലും ചടങ്ങുകൾ ഇപ്പോൾ വിവിധ ദേവാലയങ്ങളിലായിട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നിരവധിയായ വിശ്വാസികളെല്ലാം ഇതിൽ സജീവമായിട്ട് തന്നെ പങ്കെടുക്കുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ശരി, കൊച്ചിയിൽ നിന്നും ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഓശാന ഞായർ കുരുത്തോല പ്രദക്ഷിണ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ക്രൈസ്തവ ജനത ഒരു വിശുദ്ധ വാരത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ പ്രാർത്ഥന പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഈ സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. ഇവിടെ ഇപ്പോൾ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട് കുരുത്തോല പ്രദക്ഷിണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുൻപ് കുരുത്തോല വെഞ്ചരിപ്പും മറ്റും കഴിഞ്ഞു. അതിനുശേഷമാണ് പ്രദക്ഷിണത്തിലേക്ക് കടന്നത്. ഇപ്പോൾ ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയൊരു നോമ്പുകാലത്തിന്റെ അവസാന ആഴ്ചകളിലേക്ക് അല്ലെങ്കിൽ ദിനങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഓശാന ഞായർ ഈ ഒരു ഓശാന ഞായർ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ഇനി വിശ്വാസികൾക്ക് കൂടുതൽ ഈസ്റ്ററും മറ്റും അടുത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തി നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു ദിവസവും ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റ് ആഘോഷ ദിവസങ്ങളടക്കം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ക്രൈസ്തവ ജനതകൾക്കടക്കം വലിയ രീതിയിലുള്ള വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസികൾക്ക് സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഇനി ദേവാലയങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തുന്ന ദിവസം കൂടിയായിരിക്കുമെന്ന്. കാരണം വിശ്വാസികൾ കൂടുതലായി പള്ളികളിലേക്ക് എത്തുകയും കുരുത്തോല പ്രദക്ഷിണത്തിലെയും ഈ ഒരു വെഞ്ചരിപ്പിലേക്ക് അടക്കം അവർ പങ്കെടുക്കുന്ന സുപ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികളും പള്ളികളിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തുതന്നെയായാലും ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കും. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. വയനാടും എല്ലാ പള്ളികളിലും പ്രാർത്ഥന പുരോഗമിക്കുകയാണ്. വയനാട് നടവേൽ ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്നും ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയരാജ്, ഗുഡ് മോർണിംഗ്. ക്രൈസ്തവ ജനത ഒരു നോയമ്പ് കാലഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്നത്തെ ഓശാന ഞായറോടുകൂടി പള്ളികളിൽ പ്രാർത്ഥന പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അവിടുത്തെ? ഗുഡ് മോർണിംഗ്. ക്രൈസ്തവരെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അതായത് ഓശാന പെരുന്നാൾ എന്ന് പറയുന്നത്. ഈസ്റ്ററിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ഈസ്റ്ററിന് മുന്നോടിയായി നടത്തുന്ന വലിയൊരു ചടങ്ങാണ് ഈ കുരുത്തോല പെരുന്നാൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ മാനന്തവാടി രൂപതയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. ഇവിടെ കുരുത്തോല പെരുന്നാളിന്റെ പ്രദക്ഷിണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിരവധി വിശ്വാസികളാണ് ഇവിടെ ഈ 40ാം നോമ്പിൽ എത്തിയിട്ടുള്ളത്. അടുത്ത ആഴ്ച ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു കുരുത്തോല പെരുന്നാൾ അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പള്ളി വികാരി ഗർവസിസ് മറ്റത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും ക്രിസ്ത്യരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ചടങ്ങ് തന്നെയാണിത്. കാരണം അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കുരുത്തോല പെരുന്നാൾ അല്ലെങ്കിൽ ഓശാന പെരുന്നാൾ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ദേവാലയത്തിൽ നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് മുന്നായി തന്നെ 6:45 തന്നെ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചു. ഇപ്പോൾ കുരുത്തോല പെരുന്നാളിന്റെ പ്രദക്ഷിണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്തായാലും വയനാട് ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്ന ഈ ഒരു കുരുത്തോല പെരുന്നാൾ ഇപ്പൊ നമുക്ക് ഈ നിൽക്കുന്ന ദേവാലയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടിയേറ്റ കർഷകരുടെ ഏതാണ്ട് 77 വർഷത്തോളം പഴക്കമുള്ള ഒരു ദേവാലയമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഓശാന ഞായർ ആചരിക്കുകയാണ് ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങളെല്ലാം. ഈസ്റ്ററിന് മുന്നോടിയായുള്ള വിശുദ്ധ വാരത്തിലേക്ക് കൂടി അവർ കടക്കുകയാണ് എന്നുള്ളതാണ്. വലിയൊരു നോയമ്പ് കാലത്തിലേക്ക് കൂടി ക്രൈസ്തവ ജനത കടക്കുകയാണ്. ഇന്നത്തോടുകൂടി എല്ലാ പള്ളികളിലും പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. കുരുത്തോല ഞായർ ആഘോഷിക്കുകയാണ് ഇന്ന് ക്രൈസ്തവ ജനത. ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വരുന്ന യേശുക്രിസ്തുവിനെ ഒലിവ് മരച്ചില്ലകളും കുരുത്തോലകളുമൊക്കെ ഈന്തപ്പനി ഓലകളുമൊക്കെ വഴിയിൽ വിരിച്ച് സ്വീകരിക്കുന്നതിനെയാണ് ഇപ്പോൾ കുരുത്തോല ഞായറായി ക്രൈസ്തവ ജനത ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. വലിയൊരു നോയമ്പ് കാലഘട്ടമാണ് ഇനി അവർക്ക് മുന്നിലൂടെ കടന്നു പോകാനുള്ളത്.
ഓശാന ഞായർ ആഘോഷിക്കുകയാണ് ഇന്ന് ക്രൈസ്തവ ജനത. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിൽ താല സെന്റ് ഇഗ്നേഷ്യസ് നൂറാനോ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓശാന ആഘോഷിച്ചു. വികാരി റവറൻ ഫാദർ ഡോക്ടർ ജോ ബിമോൻസ്കറിയ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡബ്ലിനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി വിശ്വാസികൾ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് ആദ്യമായി രംഗപ്രവേശനം ചെയ്ത ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂതി വിമതർ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. ഇറാന്റെ ബൂഷെഹർ പ്രവിശ്യയിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടു. ഖുസിസ്ഥാനിലെ ഒരു ജലസംഭരണ കേന്ദ്രവും തകർന്നു. ഈ ആക്രമണത്തിൽ ലെബനനിൽ 3 മാധ്യമപ്രവർത്തകരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുദ്ധം പരിഹരിക്കാൻ ഇന്ന് പാകിസ്ഥാനിൽ ഉന്നതതല ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. ഹൂതികൾ കൂടി ഇപ്പോൾ യുദ്ധരംഗത്തേക്ക് കൂടി കടന്നു വരുമ്പോൾ യുദ്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, കൂടുതൽ വ്യാപിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ് സുധാബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇറാനൊപ്പം ഇപ്പോൾ ഹൂതികൾ കൂടി ചേർന്നിരിക്കുന്നു യുദ്ധമുഖത്തേക്ക്. ഇപ്പോൾ ഇതാ സൗദിക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ സൗദി സേനയും കൂടി യുദ്ധമുഖത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഹൂതി വിമതർ കൂടി ഈ യുദ്ധത്തിൽ പങ്കാളികളായതോടുകൂടി യമനിലേക്കും ഈ യുദ്ധം വ്യാപിക്കും എന്നുള്ളൊരു ആശങ്ക അത് പരക്കെയുണ്ട്. ഇപ്പോൾ ഹൂതികൾ ആദ്യം മുതൽ തന്നെ ഈ യുദ്ധത്തിൽ ഇറാന് പിന്തുണ അറിയിച്ചുകൊണ്ട് വാക്കാലുള്ള പ്രസ്താവനകൾ മാത്രമാണ് പുറത്തിറക്കിയിരുന്നത്. എന്നാൽ അവർ ഈ യുദ്ധത്തിൽ ഉടൻ പങ്കാളികളാകും, ഇറാന് പിന്തുണയുമായി സൈനിക നീക്കം നടത്തും എന്നുള്ള ചില ഭീഷണികൾ ഇതിനു മുൻപേയുള്ള ദിവസങ്ങളിൽ പുറത്തു ഇറക്കിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം യുദ്ധം തുടങ്ങി കൃത്യം ഒരു മാസം ആകുന്ന ഘട്ടത്തിൽ അവർ തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. അവർ 2 ഘട്ട മിസൈൽ ആക്രമണങ്ങൾ ഇതിനോടകം നടത്തി എന്നാണ് വിവരം ലഭിക്കുന്നത്. തെക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണങ്ങളിൽ പകുതിയിൽ കൂടുതൽ നടന്നിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇറാന്റെ ആക്രമണം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്കുണ്ടായിരുന്നു. ടെല്ലവീവിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് വിവരമുള്ളത്. അതുമാത്രമല്ല, ഇറാനിലേക്ക് തിരിച്ചുള്ള ഇസ്രായേലിന്റെ ആക്രമണവും ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനിലുള്ള വിവിധ നഗരങ്ങളിലേക്ക് ആക്രമണം നടന്നു. ചില ഹ്യൂമൻ റൈറ്റ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധം തുടങ്ങി ഇതുവരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു. യുദ്ധം തുടങ്ങി ഒരു മാസമാകുന്ന കഴിഞ്ഞ ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു സിംഗിൾ ഡേയിൽ ഇറാനിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നത്. ഏതാണ്ട് 701 ആക്രമണങ്ങൾ ഇറാന്റെ വിവിധ മേഖലകളിലായിട്ട് നടന്നു. ഇതിൽ ഏതാണ്ട് 74% നടന്നിരിക്കുന്നത് അവരുടെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ കേന്ദ്രീകരിച്ചാണ്. ഈ ആക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ബൂഷെഹർ പ്രവിശ്യ നമുക്കറിയാം, ഇറാനിലുള്ള ഒരു ആണവ നിലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയാണ് ബൂഷെഹർ. ഇവിടെ കനത്ത ആക്രമണം ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നു. അവിടെ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ അത് കൊണ്ടുചെന്നെത്തിച്ചു. ഇപ്പോൾ നിലവിൽ ബൂഷെഹർ പ്രവിശ്യയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഒരു കുടുംബത്തിലുള്ള 4 പേരാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ ഖൂസിസ്ഥാനിലുള്ള ഒരു ജലസംഭരണ കേന്ദ്രവും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നതായിട്ട് വിവരമുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വരുന്നത് ലെബനനിൽ നിന്നാണ്. ലെബനനിലും ഇസ്രായേൽ കനത്ത ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ലെബനനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യമൊക്കെ കണ്ടിരുന്നു. ഒരു റഷ്യൻ മാധ്യമപ്രവർത്തകൻ
റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു മിസൈൽ വന്നു വീഴുന്ന ദൃശ്യമൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ, ഒരു 3 ലെബനൻ മാധ്യമപ്രവർത്തകർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ വിവിധ മേഖലകളിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ചില ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായിട്ടുള്ള ചില വിവരങ്ങളും കൂടി ലെബനിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ കനത്ത രീതിയിൽ ഇപ്പോഴും തെക്കൻ ലെബനനിൽ ആക്രമണം തുടരുന്നു എന്നാണ് വിവരം. ഈ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ, ബെയ്റൂട്ടിൽ ഉൾപ്പെടെ പ്രതിഷേധമുണ്ടായിരുന്നു ഇസ്രായേലിനെതിരെ. അത് മാത്രമല്ല, ഇപ്പോൾ ടെല്ലവീവിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ യമനിൽ നോക്കുകയാണെങ്കിലും ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങളുണ്ട്. അമേരിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നോ കിങ്സ് പ്രൊട്ടസ്റ്റ് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ യുദ്ധത്തിനെതിരെയുണ്ട്. ട്രംപിന്റെയും അതുപോലെ തന്നെ നെതന്യാഹുവിന്റെയും എല്ലാം ചിത്രങ്ങളും ബോർഡുകളും വെച്ച രൂപങ്ങളുമായി ആളുകൾ തെരുവിലിറങ്ങി ആ നേതാക്കൾക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ US-ൽ മാത്രമല്ല, ലണ്ടൻ, പാരീസ് ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ ഈ യുദ്ധത്തിനെതിരെ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതിലേറ്റവും കൗതുകകരം, ഈ യുദ്ധം നടത്തുന്ന പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള ഇസ്രായേലിലെ ടെല്ലവീവിലും കനത്ത രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ ഇസ്രായേലിന്റെ കൊടികളുമേന്തിയാണ് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയത്. ശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ വിളിച്ചവർ തെരുവിലുണ്ടായിരുന്നു. പോലീസ് വരെ ഇവർക്ക് മുദ്രാവാക്യങ്ങൾ നൽകി ഇവരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്തെങ്കിലും ഈ പ്രതിഷേധങ്ങൾ ഈ യുദ്ധത്തിനെതിരെയുള്ള വലിയൊരു സന്ദേശമായി ഈ 1 മാസമാകുന്ന വേളയിൽ മുഴച്ചു നിൽക്കുകയാണ്. അതുപോലെ ചില വിവരങ്ങൾ വരുന്നത്, ഈ വാൾസ്ട്രീറ്റ് ജേർണൽ US-ലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ കുറച്ച് ആശങ്കാജനകമായി തുടരുകയാണ്. അതായത് US ഒരു ഗ്രൗണ്ട് ഇൻവേഷന് തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏതാണ്ട് 3500ഓളം മറൈൻ ഉദ്യോഗസ്ഥരെ അവർ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ ഒരു 2000 ഉദ്യോഗസ്ഥരെ അയച്ചിരുന്നു. ഇപ്പോൾ ഒരു 3500 ഉദ്യോഗസ്ഥരെ കൂടി അവർ അയച്ചിരിക്കുന്നു എന്നാണ് വിവരമുള്ളത്. ഒരു ഫുൾ സ്കെയിൽ ഗ്രൗണ്ട് ഇൻവേഷൻ അല്ലെങ്കിലും ഒരു ഘട്ടമായിട്ടുള്ള ഒരു പ്രവൃത്തി, അതായത് കുറച്ച് സൈനികരെ ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തി വ്യോമാക്രമണവും പാരലൈറ്റ് തുടങ്ങിക്കൊണ്ടുള്ള ഒരു പ്ലാനാണ് US ഉദ്ദേശിക്കുന്നതെന്നാണ് വിവരം. എന്നാൽ ട്രംപ് ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് വ്യക്തതയില്ല. ചിലപ്പോൾ പശ്ചിമേഷ്യയിലുള്ള മറ്റ് സുരക്ഷാ നടപടികൾ വിലയിരുത്താൻ കൂടിയായിരിക്കാം ഇത്തരം സൈനികരെ അയക്കുന്ന നടപടി ഉണ്ടായത്. അതിനിടെ ട്രംപിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അദ്ദേഹം തന്റെ പ്രസംഗത്തിനിടെ പറയുകയായിരുന്നു, ഈ ഹോർമുസ് കടലെടുക്ക് ഇറാൻ ഉപരോധിക്കുകയാണെങ്കിൽ ഇറാനെ നരകം കാണിക്കും എന്നുള്ളൊരു ഭീഷണിയാണ് ട്രംപ് വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഏപ്രിൽ 6 വരെ US ഇറാനിലുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ US-ന്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രകോപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ അതേസമയം ഇറാൻ US-ന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തുന്നു എന്നാണ് വിവരമുള്ളത്. സൗദി അറേബ്യയിലുള്ള US-ന്റെ ഒരു വ്യോമത്താവളത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. അതിൽ 12 US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ഇത്തരം ആക്രമണങ്ങൾ ശക്തമാകുന്നതിനിടെ പാകിസ്ഥാനിൽ ഒരു സമാധാന ചർച്ച ഇന്ന് നടക്കുമെന്നും വിവരമുണ്ട്. വിവിധ രാജ്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കാളികളാകുന്നുണ്ട്. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശരി, അജയ് സുധ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കൊച്ചി മണ്ഡലത്തിൽ യത്തീൻ സഭയ്ക്കും UDF-നും ഇടയിൽ തർക്കങ്ങളില്ലെന്ന് UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്. സഭ UDF-നെതിരാണെന്നത് ഇടതുമുന്നണിയുടെ പ്രചാരണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തിൽ ഇത്തവണ കൊച്ചി മണ്ഡലം UDF തിരിച്ചു പിടിക്കുമെന്നും DCC അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് ഷിയാസ് ചൂണ്ടിക്കാട്ടി. മുഹമ്മദ് ഷിയാസിന്റെ തിരക്കിട്ട പ്രചാരണ പരിപാടികൾക്കിടയിലാണ് എങ്ങനെ പോകുന്നു മുന്നോട്ട്? ഞങ്ങള് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ കൂടെ നിന്ന ഒരു ജനപ്രതിനിധിയാണ് കൊച്ചിക്കുണ്ടായത്. പക്ഷെ അടിസ്ഥാനപരമായി പശ്ചിമ കൊച്ചിയിലെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. ഞാനിപ്പോ തെക്കേ ചെല്ലാനത്ത് നിന്നാണ് ആരംഭിച്ചത്. 3 ദിവസമായി അവിടെ കുടിവെള്ളം എത്തിയിട്ട്. അപ്പോൾ ദിവസങ്ങളോളം കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നില്ല. PHSC സെന്ററുകൾ വർക്ക് ചെയ്യുന്നില്ല. PHSC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ആശുപത്രികൾ, മട്ടാഞ്ചേരിയിലെയും കരുവേലിപ്പടിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും ആശുപത്രികൾ, അവിടെ ഒന്നും പോയാൽ മതിയായ ചികിത്സയൊന്നും ലഭിക്കുന്നില്ല. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്കയുണ്ട്. ഭൂമി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ആശങ്ക. ഉയർന്ന റോഡ് 1.5 മീറ്ററിലധികം
ആണ് റോഡിന്റെ പൊക്കം വരുന്നത്. അപ്പൊ അതൊക്കെ വലിയ ആശങ്കയാണ് ജനങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. ആ ടൂറിസം വരുമാന മാർഗം ഇന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഫോർട്ട് കൊച്ചി ബീച്ചില്ല, അവിടെ ചിനവലകളെല്ലാം നശിച്ചു കിടക്കുകയാണ്. ഒരു ബാത്റൂം പോലും വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ വരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ബാത്റൂമില്ല. അത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നശിച്ച് ഇരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് UDF-നെ വെട്ടിലാക്കി പത്രിക പിൻവലിച്ച SDPI സ്ഥാനാർത്ഥിയായിരുന്ന KM അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ. UDF മതസംഘടനകളെ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചതെന്ന് KM അഷ്റഫ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തവണ UDF പരാജയപ്പെടുമെന്നും KM അഷ്റഫ് വ്യക്തമാക്കി. അതേസമയം മുന്നണികളുടെ ജയപരാജയങ്ങൾക്ക് നിർണായക ശക്തിയായി മഞ്ചേശ്വരത്ത് PDPയും രംഗത്തുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. BJP CPM ഡീൽ വിവാദവും മതസംഘടനകളുടെ ഇടപെടലും തുടങ്ങി ഒട്ടേറെ വിഷയം ചർച്ചയായ മണ്ഡലമാണ് മഞ്ചേശ്വരം. SDPI സ്ഥാനാർത്ഥി KM അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് നാടകീയമായ നീക്കങ്ങളിലൂടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. എന്തായാലും സ്ഥാനാർത്ഥിയായ അഷ്റഫിനേക്കാൾ കരുത്തനായിരിക്കും സ്ഥാനാർത്ഥിയല്ലാത്ത അഷ്റഫ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. UDF-നെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്നും KM അഷ്റഫ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ UDF-നെതിരെ നല്ല ഒരു വികാരമുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യമേ ആയിരിക്കാം. ഞാൻ ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അവരെ കൂടെയുള്ള ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് ഞങ്ങളെ സ്ഥാനാർത്ഥി പിൻവലിച്ചതോടെ ഞങ്ങൾ അപ്രസക്തമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇന്നലെ നടത്തിയ കൺവെൻഷനിൽ 100 കണക്കിന് പ്രവർത്തകരാണ് കയറി വന്നത്. അതുപോലെ തന്നെ ഇനി 2 കൺവെൻഷൻ ബാക്കിയുണ്ട്. ഇങ്ങനെയുള്ള അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഉണ്ടായതിനേക്കാളും കൂടുതൽ പ്രവർത്തനവുമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഞങ്ങളുണ്ടാവും. അതിനേക്കാളും കൂടുതൽ കരുത്തനായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടാവും. മതസംഘടനകളെ UDF മതസംഘടനകളടക്കം സ്വാധീനം ചെയ്തിട്ടാണ് ഞങ്ങളെ പിൻവലിക്കാൻ വേണ്ടി സ്വാധീനം ചെയ്തത്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും മതസംഘടനകളുടെ അടക്കം ഭാഗങ്ങളിൽ നിന്നും നല്ല പോലെ സമ്മർദ്ദമുണ്ടായി. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അവരുടെ പ്രസ്താവനകളിൽ നിങ്ങൾ കേട്ടതല്ലേ. 100% ഇവിടെ ജയിക്കാൻ സാധ്യത ഉള്ളത് ഇവിടെ LDF ആണ്. അതുകൊണ്ട് LDF-ലേക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത, നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 5000-ഓളം വോട്ടുകളുണ്ടെന്നാണ് PDP അവകാശപ്പെടുന്നത്. കേരളത്തിൽ മുഴുവൻ LDF-ന് പിന്തുണ നൽകുമ്പോൾ മഞ്ചേശ്വരത്ത് UDF-നാണ് പിന്തുണയെന്നും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ ബഷീർ വ്യക്തമാക്കുന്നു. പ്രധാനമായും ഇവർ ഉയർത്തുന്ന കാരണം BJP-ക്ക് ജയസാധ്യതയുള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാനാണ് തീരുമാനമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. 140 മണ്ഡലങ്ങളിലും LDF-നെ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാടാണ് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പാർട്ടി നേതൃത്വവും ഇടതുപക്ഷത്തിൻ്റെ LDF-ൻ്റെ ഔദ്യോഗിക നേതൃത്വവും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായൊരു പ്രഖ്യാപനം എന്ന രീതിയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടി നേതൃത്വം ഇവിടുത്തെ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതായത് BJP-ക്ക് മേൽക്കോയ്മയുള്ള സാഹചര്യത്തിൽ BJP-യോട് അവസാന നിമിഷം ആരാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നതിൽ നമ്മൾ ചിലപ്പോൾ നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് വ്യത്യസ്തമായ ഭിന്നമായ ഒരു അഭിപ്രായവും തീരുമാനം വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു തീരുമാനമാണ് മണ്ഡലത്തിലെ വികാരം. മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെയും വൈകാരികത അങ്ങനെയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനിയും തുടരുമെന്ന സൂചന തന്നെയാണ് മതസംഘടനാ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആര് ജയിക്കും അത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നതും. മഞ്ചേശ്വരത്ത് നിന്നും KV ബൈജു, ന്യൂസ് 18. വാർത്തയിൽ കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. ബൈജു, UDF-നെതിരെ രൂക്ഷമായൊരു വിമർശനമാണ് ഇപ്പോൾ KM അഷ്റഫ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മണ്ഡലത്തിൽ UDF-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. UDF-ന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ?
അനുശ്രീ, നേരത്തെ ഒന്നും കേൾക്കാത്ത രീതിയിൽ മഞ്ചേശ്വരത്ത് പുതിയതായി ഇത്തരത്തിൽ മതസംഘടനകളുടെ ഇടപെടൽ, അതാണ് ഈ ഒരു അഭിമുഖത്തിൽ നിന്നും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതായത് KM അഷ്റഫ് എന്ന് പറയുന്ന SDPI സ്ഥാനാർത്ഥിയുടെ തന്റെ പത്രിക പിൻവലിക്കാൻ പ്രധാനമായ കാരണമായിരിക്കുന്നത് UDFന്റെ ഇടപെടലാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് മതസംഘടനകളെ ഉപയോഗിച്ച് വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാക്കിയാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വരുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ഈ ഒരു മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPI LDF കൂട്ടുകെട്ടെന്നാണ് UDF പറയുമ്പോഴും അത് UDFുമായി SDPI കൂട്ടുകെട്ടെന്ന തരത്തിലായിരുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, ഡീൽ ആരോപണങ്ങൾ അങ്ങനെ തുടങ്ങി മഞ്ചേശ്വരത്തെ ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു വെളിപ്പെടുത്തൽ എന്നതാണ് പ്രധാനം. അത് കൃത്യമായി KM അഷ്റഫ് പറയുന്നുണ്ട്. മതസംഘടനകളെ കൃത്യമായി സ്വാധീനം ചെലുത്തിയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ടി വന്നത്. കാരണം അത് UDF ക്യാമ്പിനെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ KM അഷ്റഫിനെ വലിയ തോതിൽ ഈ വിജയത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ SDPI സ്ഥാനാർത്ഥിത്വം മാറിയിരുന്നു. കാരണം പേരും സാദൃശ്യമുണ്ട്. അതോടൊപ്പം 10,000-ഓളം വോട്ടുകളാണ് ഈ SDPIക്ക് ഏതാണ്ട് ഈ ഒരു മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ളത്. നമുക്കറിയാം 89ഉം 745ഉം ഒക്കെ ഭൂരിപക്ഷം മാത്രമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ചെറിയ കക്ഷികൾക്ക് പോലും, അതായത് സ്വതന്ത്രന്മാർക്ക് പോലും നിർണായക സ്വാധീനമുണ്ട് ഈ ഓരോരാളുടെ ജയപരാജയങ്ങൾക്ക്. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും PDP കൂടി ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇനി വരും ദിവസങ്ങളിലും മഞ്ചേശ്വരത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതും. അനുസരിച്ച് ശരി, KV ബൈജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തൃശൂർ ഓശാന ഞായർ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഇതല്ല ഇന്ന് ഓശാന ഞായർ ആഘോഷിക്കുകയാണ് ക്രൈസ്തവ സഹോദരങ്ങൾ. ഇപ്പോഴിതാ തൃശൂർ ഓശാന ഞായർ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഓശാന ഞായർ ചടങ്ങുകളിൽ പ്രധാന രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോഴിതാ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ദേവാലയത്തിൽ ഓശാന ഞായർ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓശാന പെരുന്നാളാണ്. ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ് ക്രൈസ്തവ സമൂഹം. ഒലിവിൻ ചിലകളുമായി യേശുദേവനെ ജനം എതിരേറ്റ ഒരു ദിവസമാണ് ഓശാന ഞായറായി ക്രൈസ്തവർ ആഘോഷിക്കുന്നത്. ആ ഓശാന ഞായർ ചടങ്ങിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തൃശ്ശൂരിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉള്ളത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും തൃശ്ശൂരിൽ നിന്നും. ഓശാന ഞായർ ചടങ്ങുകൾ തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. എല്ലാ പള്ളികളിലും ഓശാന ഞായറുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും. ആജ്ഞ, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഓശാന ഞായർ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കളൊക്കെ ഇത്തരത്തിൽ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പള്ളികളിൽ എത്തിച്ചേരുമെന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിരുന്നു. കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? അനുശ്രീ, അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായിട്ടോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് പള്ളിയിലാണ് ഇപ്പോൾ കുർബാന കൊള്ളാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഓശാന ഞായറാഴ്ചയായിട്ട് ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ മണ്ഡലത്തിലെ പത്മജ വേണുഗോപാൽ ഒഴികെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നിലവിലെത്തിയിട്ടുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ, രാജൻ കെ പലൻ തുടങ്ങിയവരൊക്കെ മണ്ഡലത്തിൽ ഉള്ള പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ ഇവിടുത്തെ വോട്ടർമാരെ കാണാൻ വേണ്ടിയിട്ടുമൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു സാഹചര്യം കൂടി ഉണ്ട് നിലവിൽ. എന്തായാലും തൃശ്ശൂർ ഇന്ന് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോർഡിനേഷൻ ചുമതലയുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ്. അദ്ദേഹം ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ഈ സേക്രഡ് ഹാർട്ട് പള്ളിയിലാണ് അദ്ദേഹം ഓശാനയുടെ ഭാഗമായിട്ട് കുർബാന കൊള്ളാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പള്ളിക്കുള്ളിൽ ചടങ്ങുകളുടെ ഭാഗമായി പള്ളിക്കുള്ളിൽ തന്നെയാണ് നിലവിലുള്ളത്. അതിനുശേഷം
മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനുശ്രീ. ശരി, തൃശ്ശൂരിൽ ഓശാന ഞായർ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദീകരണങ്ങളും പ്രധാനമന്ത്രിയുടെ പര്യടനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നൽകുമെന്നുള്ള വിവരങ്ങളാണ് ആജ്ഞ നൽകുന്നത്. ഇനി സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. തിരുവനന്തപുരം സ്വദേശികളായ സുജിത് ദാസ് IPSന്റെയും ദീപികയുടെയും മകൾ ഭവാനി സുജിത് ദാസിന്റെ 3ാം ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛമ്മ അംബുജവും സുഹൃത്തുക്കളുമാണ്. ഭവാനിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.